ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ചേർന്ന CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടി എന്തിനെന്ന് ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചോദ്യമുന്നയിച്ചു. 6.5 മണിക്കൂർ നീണ്ടുനിന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ വിഷയം ചർച്ചയായത് അരമണിക്കൂർ മാത്രമാണ്. എ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയപ്പോൾ കടുത്ത നടപടി ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പത്മകുമാർ പുറത്തുപോകുമെന്ന സൂചനയും പുറത്തുവന്നു. എന്നാൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് പ്രവർത്തകർക്കിടയിൽ ഭിന്നതയ്ക്കിടയാക്കി. ഇപ്പോൾ നടപടിയെടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ ചോദിച്ചു. മുൻപുണ്ടായിരുന്ന സാഹചര്യം ഇപ്പോൾ മാറിയിട്ടില്ലല്ലോ എന്നും ചില അംഗങ്ങൾ ഉന്നയിച്ചു. SIT കുറ്റപത്രം സമർപ്പിച്ചിട്ട് നടപടി സ്വീകരിക്കാം എന്ന നിലപാട് ഇപ്പോൾ മാറ്റിയത് എന്തിനാണെന്ന് അംഗങ്ങൾ ചോദിച്ചു. 6.5 മണിക്കൂർ നീണ്ടുനിന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ വിഷയം ചർച്ചയായത് അരമണിക്കൂർ മാത്രം. അംഗങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. SIT കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പത്മകുമാറിനോട് വീണ്ടും വിശദീകരണം ചോദിക്കും. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.